ഈ വീഡിയോ മഴ വന്ന് ലീക്ക് നോക്കിയതിന് ശേഷം ഇടുമല്ലോ. ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരാഴ്ച മഴ പെയ്തതിന് ശേഷം മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ. ഫൈനൽ കോട്ട് അടിച്ചിട്ട് ശരിക്കും ഉണങ്ങി കിട്ടിയില്ല. ഇതാ ഇതിലിടക്ക് മഴയും വന്നു. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കനത്ത മഴയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നലെ രാത്രിയും ഇന്ന് പകലെല്ലാമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ എടുത്തത്. ഒരു 2 മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത്. ബാ. അപ്പോൾ ഇത്രയും ദിവസം നമുക്കിപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്തിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവോ അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്ന കംപ്ലൈൻറ്റോ അതാ ആ ഒരു ചെറിയ സിമെൻറ്റ് ക്രാക്ക് കണ്ടുവാ അതുപോലും ഇപ്പോൾ കറക്റ്റ് അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ അതിനെന്താണ് ചെയ്തിന് എന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കോൺക്രീറ്റ് ലീക്കില്ലവർക്ക് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതാ ഈ കാണുന്ന ഒരു ഭിത്തിയുടെ 2 സൈഡുമാണ് നമുക്ക് ലീക്ക് ഉണ്ടായിന്. ഇപ്പോൾ ഇതാ കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മാസത്തിലധികമായി ഇപ്പോൾ ചെയ്തിട്ട്. ഇത്രയും ദിവസം മഴ കുറച്ച് കുറവായത് കൊണ്ടാണ് കാണിക്കാഞ്ഞിന്. മഴ നല്ല ശക്തിയായിട്ട് വന്നു. ഇപ്പാണ് അതിൻ്റെ സമയം. ഇപ്പോൾ ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ചെയ്തത് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴത്തെ സ്ഥിതി എന്തുണ്ടെന്ന് കാണിച്ചു തരാമല്ലോ. ഇതാണ് നമ്മൾ ചെയ്തത്. കണ്ടുവാ ഈ പ്ലസ് ആകൃതിയിൽ. ഇപ്പം ചെയ്തത് കൊണ്ട് വഴുക്കോ കാര്യം ഒന്നും ഉണ്ടാവില്ല. മറ്റ് സ്ഥലത്താണ് പാലും ഇതെല്ലാം കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായി ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ചെയ്തത്. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം, എന്നെങ്കിലും മാത്രമേ അതിൻ്റെ ശരിയായ ഗുണം കിട്ടുള്ളൂ. പക്ഷേ അന്ന് രാത്രിക്ക് തന്നെ രാത്രിയായില്ല, നമ്മൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ പെയ്തിട്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് കൂടെ കാണണ്ടേ, കണ്ടു നോക്ക്. അപ്പോൾ കുറച്ച് അധ്വാനമുണ്ട്, ആദ്യമേ പറയാം. സമയം കുറച്ച് വേണം. അന്ന് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ചോർച്ച കിടക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ കിട്ടാനുണ്ട്. ഞാൻ ചെയ്തത് വളരെ ചിലവ് ചുരുക്കി നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. എനിക്ക് ഇത്രയും ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപ മാത്രമേ ആയിട്ടുള്ളൂ, അതുകൂടി പറയാം. അപ്പോൾ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ കോൺക്രീറ്റ് വീടെല്ലാം ചെറുത് ഒരു നനവുണ്ടാവും സീലിങ്ങിന്. പ്രത്യേകിച്ച് ഈ പഴക്കം ചെന്ന വീട്, നമ്മളൊരു 10-13 കൊല്ലത്തോളമായി. അപ്പോൾ ഞാൻ നേരത്തെ ഇത് പരീക്ഷിച്ച് നോക്കിയാണ് ഒരു 3-4 കൊല്ലം മുമ്പ്. ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ച മഴയില്ല സമയത്ത് ഞാനതിൻ്റെ ഒരു വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു നനവ്, അത് വെള്ളം ഇറ്റൊന്നുമില്ല, ചെറിയൊരു കളറ് ചേഞ്ച് ആവുകയോ, വെള്ളത്തിൻ്റെ കുളിപ്പ് ഇങ്ങനെ വരുകയോ. ഈ കാണുന്ന ഒരു കളറാണ് വെള്ളത്തിൻ്റെ. ഉണ്ടോ, ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പില്ലതുകൊണ്ടാണ് അടിങ്ങനെ ഒരു വെള്ള കളർ കൂടുതൽ കാണുന്നത്. ഇലക്ട്രിക് പൈപ്പ് ഇട്ട ആ ഭാഗത്താണ് ചെറിയൊരു പ്ലാസ്റ്ററിങ്, ചെറിയൊരു ക്രാക്ക് വന്ന്. പക്ഷേ അത് മുഴുവനൊന്നും ലീക്കില്ല. ഈ നമ്മൾ ഈ ഭിത്തിക്ക് അടുത്ത് ചെറിയൊരു നനവ്. അതുപോലെ തന്നെ ആ ചുമരിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ഉണ്ട്, കിച്ചൻ്റെ സൈഡിലും ഉണ്ട്. ഉണ്ടോ, ഏകദേശം ഒരു പകുതി വരെ പൈപ്പിൻ്റെ ഭാഗത്താണ് കൂടുതൽ നനവ് വരുന്നത്. ഈ പൈപ്പ് കണ്ടോ, ഈ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ്, ഇതിൻ്റെ ആ പൈപ്പിൻ്റെ ഗ്യാപ്പിൻ്റെ കൂടി മുന്നേ ഒരു 3-4 കൊല്ലം മുമ്പ് നല്ല ലീക്ക് ഉണ്ടായിന്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്തിട്ട് അതിന് ശേഷം ഇപ്പം ലീക്കൊന്നുമില്ല. ഇതുണ്ടോ, ഇവിടെ എല്ലാം പച്ച കളർ ഉണ്ടാവുമായിരുന്നു. ഉണ്ടോ, ഈ ഭിത്തി മുഴുവൻ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് പച്ച കളർ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഉണങ്ങി, കളറെല്ലാം പോയി. അപ്പോൾ പച്ച കളറെല്ലാം ഇപ്പം പോയി. അത് ഞാൻ കൈനെ കണ്ട് വരച്ച് ഇതുകൊണ്ടുള്ള കലയാണത്. പിന്നെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഒരു 5 കൊല്ലത്തോളമായി ഇപ്പോൾ അത്. അപ്പോൾ ആദ്യം അളവെടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഭിത്തിൻ്റെ അളവ് ഏകദേശം ഇവിടെയാണ് വരുന്നത്. ക്രാക്ക് വരുന്ന ഭാഗം 1 അടി അപ്പുറവും 1 അടി ഇപ്പുറവും ഇതേ വീതിക്ക് കുറച്ച് അധികമായിട്ട് നമ്മൾ കംപ്ലീറ്റ് മുള്ള് ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ആക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൃത്യമായ അളവ് ഇടിയാൻ വരിക. അപ്പോൾ അതിന് ശേഷം നമുക്ക് അപ്പുറം ഇപ്പുറം കുറച്ച് കൂട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഗതിയായി. പെട്ടെന്നൊന്നും
ക്ലീൻ ആക്കിയിട്ട് തീരൂല, പക്ഷെ കുറച്ച് പണിയുണ്ട്. അപ്പൊ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ കാണിക്കാം. ഈ മാർക്കറ്റ് ലെവലിലാണ് നമ്മളിപ്പോൾ ക്ലീൻ ആക്കാൻ പോകുന്നത്. ഒരു പ്ലസ് ടൈപ്പിൽ ഇട്ടിട്ടുണ്ടോ, ഇതാ ഇത്രയും വീതിയിൽ. ഞാൻ ഒരടിയെല്ലാം ഇട്ടിന്, ഇത് ഏകദേശം 2 അടി അധികം ഇട്ടിട്ടുണ്ട്. അപ്പുറം ഇപ്പുറമായിട്ട് 2-3 അടിയിലധികം ഇപ്പം വന്നിട്ടുണ്ട്. ഇത് നമ്മളെ വർക്ക് ഏരിയേൻ്റെ സ്ഥലമാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് ഇതിൻ്റെ പുറത്തെ ആ പൂപ്പലും പായലെല്ലാം കളയണം. അതാണ് കുറേ ക്ലീനാക്കി. ഇനി ബാക്കി ക്ലീൻ ആക്കണം. ഭയങ്കര വെയിൽ. അപ്പോൾ ഇതിൻ്റെ പണി മെയിനായിട്ട് ക്ലീനാക്കുന്ന പണി. മറ്റേ അടിക്കാൻ കോട്ട് ചെയ്യാൻ പണിയില്ല, പണിയൊന്നുമില്ല. ക്ലീനിങ് തന്നെ പണി. ക്ലീനാക്കിയില്ല കാര്യമില്ല. അപ്പോൾ ഇത് കഴുകി ആദ്യം അരച്ച് ക്ലീനാക്കി, അതിനുശേഷം വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പരമാവധി ക്ലീനാക്കിയിട്ടുണ്ട്. പരമാവധി നോക്കിയിനി ഒരു 3-4 മണിക്കൂർ ഇതിന് നമ്മൾ ചിലവഴിച്ചു. അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി മിക്സാക്കിയിട്ട് അടിച്ചു നോക്കാം. വൈറ്റ് സിമെൻറ്റും കൂടെ മിക്സ് ആക്കിയിട്ടാണ് അടിക്കുന്നത്. അത് ഒരു കോട്ട അടിച്ചാൽ പോരാ, മിനിമം ഒരു 3 കോട്ടങ്ങളും അടിക്കണം ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ ഇത് മിക്സാക്കാം. ഫസ്റ്റ് കോട്ട് അടിക്കുന്നത് നല്ല ലൂസിൽ അടിക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പൊ 2 ഇട്ടിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം നല്ലപോലെ മിക്സ് ആക്കണം. എന്നാൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ. കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് അടിക്കണം. അടുത്ത സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിലായാലും കുഴപ്പമില്ല. അപ്പൊ അടിച്ചു നോക്കാം. ഔട്ട്ലൈൻ ആദ്യം അടിക്കാം. ഈ കഴുകി വൃത്തിയാക്കലും ഇതിന്റെ പൊടികളെല്ലാം പണി. അപ്പൊ നമ്മളെ ഔട്ട്ലൈനായി. അപ്പൊ ഇനി ഫുള്ളായിട്ട് അടിച്ചു നോക്കാം. അപ്പൊ അടിച്ചു കഴിഞ്ഞ ശേഷം കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് അടിക്കണമെങ്കിൽ ഇത് ശരിക്കും ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മേലെ ഇപ്പം മണലിൻ്റെ പൊടികളുണ്ടാവും, അതെല്ലാം അടിച്ച് ക്ലീനാക്കിയിട്ട് വേണം സെക്കൻഡും അതുപോലെ തന്നെ തേർഡും എല്ലാം അടിക്കാൻ. ചിത്രപ്പോര അടിക്കണമെങ്കിൽ ഏകദേശം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മനക്കെട്ടാൽ, അതും നല്ല വെയിലുണ്ടെങ്കിൽ ഇത് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അടിച്ചത് നല്ല വൃത്തിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അടുത്തത് സെക്കൻഡ് കോട്ട് അടിക്കണം. അതിനു മുമ്പ് ഇതിൻ്റെ മേലത്തെ പൊടിയെല്ലാം അടിച്ച് വൃത്തിയാക്കണം. ഇതിനിപ്പോൾ 3 പ്രാവശ്യം മിക്സിംഗ് ആയിട്ട് അടിച്ചു. ലാസ്റ്റ് ഒരു വൈറ്റ് സിമെൻറ്റ് മാത്രം അടിച്ചു. അടിച്ചിട്ട് ഫിനിഷിങ് ആയുമ്പോൾ തന്നെ ഇതാ മഴ വന്നിട്ടുണ്ട്. നോക്കാം.